ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് അടുക്കളയിലൊന്നല്ല, ഇന്ന് ഇവിടെ ബെഡ്റൂമിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ നാവ് നമ്മൾക്ക് തന്നെ വിനയായിട്ടുണ്ടാവും അല്ലേ? ഭൂരിഭാഗം പേരിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തറിയുന്ന സുഹൃത്തുക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, നമ്മൾ ഒരു വിഷമത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ വിഷമങ്ങൾ അത്രയും അവരോട് പറയൂ, ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ പറയും. നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയാ അവര് നമ്മളെ ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യൂല, അല്ലെങ്കിൽ മറ്റൊരാളോട് പറയൂല, അല്ലെങ്കിൽ എന്താ പറയുക, വേറൊരു അവസരത്തിൽ നമ്മൾക്ക് ഇട്ടിട്ട് കുത്തും എന്ന് നമ്മൾ ചിന്തിക്കൂല. ആ ടൈമിൽ, ആ ഒരു വിഷമഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാതും അങ്ങ് പറയും, എല്ലാം ഷെയർ ചെയ്യും അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാവ് തന്നെ നമുക്ക് വിനയാവുന്നു എന്നുള്ളത് ഭൂരിഭാഗം പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞു പോകുന്ന പല പല കാര്യങ്ങളായിക്കോട്ടെ, പിൽക്കാലത്ത് എങ്ങനെ ഈ പറയപ്പെട്ട കേൾക്കുന്ന വ്യക്തികൾ ഉണ്ടാവുമല്ലോ, അവര് നമ്മളോട് ചില സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂസോ ചെറുമാതിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? എനിക്കിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് ഇങ്ങനെ സന്തോഷത്തോടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എന്നെ അറിയുന്നവർക്ക് അറിയാം കേട്ടോ. എൻ്റെ ഈ മനസ്സിലൊന്നും ഇരിക്കൂല. എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ തുറന്ന് സംസാരിക്കും. ആരോടെങ്കിലും, അടുത്ത് ഉള്ള സുഹൃത്താണെങ്കിലും ബന്ധുക്കളോടായാലും ഒക്കെ തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതാണ് എന്നെ അറിയുന്നവർക്ക് ഞാൻ വീണ്ടും പറയുന്നത് എന്നെ അറിയാം എന്നുള്ളത്. കാരണം ഇപ്പൊ ഈ യൂട്യൂബിൽ വന്നിട്ട് തന്നെ ഞാൻ ഒരുപാട് തുറന്ന് പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ. ഇതടക്കം എല്ലാം തുറന്ന് പറച്ചിലുകളാണ്. ഒന്നും മനസ്സിൽ ഞാൻ എടുത്തു വെക്കൂല. ഞാൻ എപ്പം വിചാരിക്കും, ഇന്നല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ നാളെ. നമ്മുടെ മരണം എപ്പോഴും നമ്മുടെ പിന്നാലെയുണ്ടല്ലേ. അപ്പൊ എന്തിന് ഈ കുറഞ്ഞ സമയത്തിന് നമ്മളെല്ലാം എടുത്തു വെക്കണം? നമ്മൾക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. ഇതാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ അത്തരത്തിൽ ഞാൻ ഒന്നും എടുത്തു വെക്കാണ്ട് ഞാൻ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഈ അടുത്ത് വരെ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആയിക്കോട്ടെ, നമ്മളോട് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ അവര് പിണങ്ങിക്കഴിഞ്ഞാല്, പിണക്കം വന്നാല് ഇങ്ങനെ എടുത്തു പറയും, നീ അങ്ങനത്തെവളല്ലേടി, നീ ഇങ്ങനത്തെവളല്ലേടി. അങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ അങ്ങനെ എന്നോട് പറയും, എന്നോട് ഇവിടെ അടുത്തുള്ള ഒരു ഇത്താത്തന്നെ പറഞ്ഞിട്ടുണ്ട്, മുംതാസിന് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് ആരെങ്കിലും വിളിച്ചിട്ടൊന്ന് ഫോൺ ചെയ്തിട്ടെങ്കിലും പറഞ്ഞല്ലാണ്ട് അവൾക്ക് ഉറക്കം വരൂല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നി. എന്താണെന്നറിയോ, എന്നെ മനസ്സിലാക്കിയിട്ടാണല്ലോ ആ സംസാരം അല്ലേ. അത്രത്തോളം ഞാൻ ഉള്ളിൽ അധികം വെക്കാത്തൊരു വ്യക്തിയാണ്. ഒരാളെ വെച്ചിട്ടും നമ്മൾ ആ ദേഷ്യത്തിൽ, ഞാനും തന്നെ ആ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോകും. പക്ഷെ ആ പറഞ്ഞത് അവിടെ പറഞ്ഞു എന്നാളുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് എന്തെങ്കിലും തെറ്റ് ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹതാപവും തോന്നും, വിഷമവും തോന്നും, എല്ലാം തോന്നും കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കൂല. ഒന്നും ഒരാളെ പറ്റിയിട്ടും വെറുപ്പ് ഉള്ളിൽ വെച്ചിട്ട് ഞാൻ നടക്കൂല. കാരണം ഇത് തന്നെയാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകേണ്ടവളാണ് എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയുന്നത്. എനിക്ക് എന്നെ ഉപദ്രവിച്ചവരോടും എന്നെ കുറ്റപ്പെടുത്തിയവരോടും എന്നെ അപവാദം പറഞ്ഞുണ്ടാക്കിയവരോടും എനിക്കൊരു വെറുപ്പുമില്ല. ഇതാ പബ്ലിക്കിന്റെ മുമ്പിൽ നിന്നിട്ടാ പറയുന്നത്, എനിക്ക് ഒരു വെറുപ്പുമില്ല. നാളെ എൻ്റെ മയ്യത്തിന് അത് ഒരു കനമാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് എനിക്കൊരു വെറുപ്പില്ല. എന്നെ പറ്റി പറയുന്നത് എന്തോ പറഞ്ഞോട്ടെ, പിന്നെ അത് അവിടെ ഓക്കെ. പിന്നെ അതേപോലത്തെ അപവാദം പറഞ്ഞുണ്ടാക്കലില് ഒരു അപവാദമാണ്, വലിയൊരു അപവാദമാണ്. എന്തെന്നറിയോ, മക്കളെ എല്ലാം ഒരുപോലെ കാണണ്ടേ, നിങ്ങള് പിന്നെ എന്താ അതിന് പറയുക, ഇട്ടേച്ചിട്ട് പോന്നു. ഒരുപാട് കമന്റുകളായിക്കോട്ടെ, പുറത്തുനിന്നായിക്കോട്ടെ, യൂട്യൂബിൽ നിന്നായിക്കോട്ടെ, എല്ലാം ഞാൻ കേൾക്കേണ്ടി വന്നൊരു സ്ത്രീയാണ് കേട്ടോ. അപ്പൊ എൻ്റെ ഒരു ഭാഗം എന്നുള്ളത് ഞാൻ വ്യക്താക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ എല്ലാ മക്കളെയും ഒരുപോലെ തന്നെയാണ് കേട്ടോ കാണുന്നത്. എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. എൻ്റെ ആ സമയത്തുള്ള സിറ്റുവേഷൻസ് കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കന്ന് ജോലിയില്ല.
എനിക്ക് ജോലിയില്ല, എനിക്ക് എൻ്റെ ഭാഗത്ത് എന്താ പറയണ്ടേ ഒരു പിടുത്തമില്ല. അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾക്ക് പ്രഷർ ചെലുത്തിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതാക്കിയിട്ട് നമുക്ക് പിടിച്ച പിടിയല്ലാതാക്കണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ഞാൻ അത് എന്താ പറയാ മറികടന്നിട്ടുള്ള എൻ്റെ ആ ഒരു ജീവിതം ഇതുവരെയും ഇന്ന് വരെയും കരഞ്ഞു തീർത്തിട്ടുള്ളവളാണ് ഞാൻ. എനിക്ക് എൻ്റെ എല്ലാ മക്കളും പൊന്നു മക്കളാണ്. എന്നും ഞാൻ പറയാറുണ്ട്, എൻ്റെ നിധികളാണ് എൻ്റെ മക്കൾ. എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് എൻ്റെ എല്ലാ മക്കൾക്കും അള്ളാഹു ഹൈറാക്കണേ എന്നുള്ളൊരൊറ്റ ഇതാണല്ലോ. പിന്നെ നമ്മളെ അറിയാത്തവരാണ് ഒട്ടുമിക്ക ആൾക്കാരും ഓരോ കാര്യങ്ങളും ഓരോ അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. നിന്റെ ഇത് മക്കൾക്ക് ഞാൻ എപ്പം പറയാറുണ്ട്, എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, പ്രതികരിക്കേണ്ട സമയത്ത് ഞാൻ പ്രതികരിച്ചിട്ടില്ല. ഓക്കെ, പ്രതികരിക്കേണ്ട സമയത്ത് ഞാൻ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിഷമിക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഇതായിക്കോട്ടെ, ഞാൻ ചിന്തിക്കാറുണ്ട് മക്കൾക്ക് അങ്ങനെ പാടില്ല, നല്ല ജീവിതം വേണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ, അത് നെവർ മൈൻഡാണ്. ഞാൻ എല്ലാവരും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ പറയുക, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു പാത്രത്തിൻ്റെ വായ നമ്മൾക്ക് മൂടിക്കെട്ടാൻ പറ്റും, മനുഷ്യന്മാരെ വായ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ചൊല്ലില്ല. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ എത്രയോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കിയതാണ്. എന്നാലും നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വരും കേട്ടോ, നമ്മളെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ടിയിട്ട് പല കമൻറ്റുകൾ ഇടും കേട്ടോ. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ തളർത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് അങ്ങ് വാങ്ങി വെക്കുക നല്ലത്. കാരണം അതിലൊന്നും ഞാനിനി തളരാൻ പോകുന്നില്ല. കറണ്ട് പോയി കേട്ടോ, നോക്കട്ടെ ഒരു മിനിറ്റ്. ഈ യൂട്യൂബിൽ നിന്നിട്ടുള്ള കമൻ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ പുറത്തുനിന്ന് ഉള്ളവരായാലും നമ്മളെ ഏതൊരു വ്യക്തിനെയും കുറച്ച് ആക്ഷേപിക്കുക, കുറച്ച് ചീത്ത പറയാ, അവര് അതും കൊണ്ടെങ്കിലും അവളൊന്ന് ഒതുങ്ങട്ടെ, ഇങ്ങനെ പല്ല് കടിച്ചിട്ടുണ്ടാവില്ലേ ദേഷ്യം, നമ്മളൊന്നും ചെയ്യണ്ട. പിന്നെ ഞാൻ നിങ്ങളോട് ഒന്ന് പറയുന്നൊരു കാര്യം, എൻ്റെ ജീവിതമാണ്, ഞാനാണ് തീരുമാനിക്കുന്നത്, നിങ്ങളല്ല. എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യണ്ട എന്നുള്ളത് ഈ പറയപ്പെട്ട ആളുകളൊന്നുമല്ല. ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് കേട്ടോ, വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്ന. കാരണം ഞാൻ ഇതിനു മുമ്പൊക്കെ ഞാൻ വീഡിയോ ചെയ്തതിലെല്ലാം എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് എൻ്റെ എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ്, ഒരു പക്ഷഭേദവും ഇല്ല കേട്ടോ, ഒരു പക്ഷഭേദവും ഇല്ല. എൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻസ് കൊണ്ടാണ് എനിക്ക് നഷ്ടമായത്. നമ്മൾ കടുംപിടുത്തം പിടിച്ചാൽ നമ്മൾക്ക് കിട്ടും. പക്ഷെ എന്ത് വേണം, നമ്മളടുത്തൊരു കരുത്ത് വേണം, ഒരു ഉറപ്പ് വേണം, ഒരാളെ ആശ്രയിക്കാണ്ട് ജീവിക്കാം എന്നുള്ള ഒരു ഉറപ്പ് വേണം. അതില്ലാണ്ടായിപ്പോയിട്ടോ. നിസ്സഹായ അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ഇതിലപ്പുറം ഞാൻ നിങ്ങളോട് എന്താ പറയണ്ടേ. എനിക്കെല്ലാവരും വായ മൂടിക്കെട്ടാനോ ഇല്ല, പക്ഷെ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എനിക്കറിയാം എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ അതാ പറഞ്ഞത്, നിങ്ങളുടെ ഒരു വിചാരം ഉണ്ടാവും അങ്ങനെ പല കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്നെ അങ്ങ് തളർത്താം. അതുപോലെ എൻ്റെ ഭർത്താവ് എന്താ പറയണ്ടേ, പെട്ടുപോയി എന്തെല്ലോ പറയുന്നതെന്നറിയാവോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ നിസ്താർക്ക എന്നെ വേണമെന്ന് വാശി പിടിച്ചിട്ട് എന്നെ ജീവിതത്തിൽ ഞാനേ ഒരു പെണ്ണുണ്ടാവൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് എന്നെ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ നിസ്താർക്കാൻ്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി വന്നവളല്ല. അത് എൻ്റെ ഭർത്താവിനും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ആ കമൻ്റൊക്കെ പേര് സഹിതം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യും. ഞാൻ പിന്നെ നിങ്ങളെ ചെറ്റത്തരല്ല ഞാൻ വെറുതെ എന്തിനാ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ബ്ലോഗറില്ലേ, നമ്മുടെ മക്കളെ കുറിച്ച് അപവാദം പറഞ്ഞതിന് നമ്മുടെ റിഷ മൊയ്തു ഫാമിലിയിലെ റിഷ കരഞ്ഞുകൊണ്ട് ആ കമൻറ്റ് മെൻഷൻ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 100,000 ഒരുപാട് വേണ്ടാത്തത് പറഞ്ഞിട്ട്
കമൻറ്റ് വരുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ അങ്ങനെ, അല്ലെങ്കിൽ അവരെ പെടുത്തി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇതാക്കി, ഇങ്ങനെ ഇതിൽ നിന്നും എന്ത് നേട്ടമാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ അടിയായിട്ട് ഞങ്ങൾ പിരിയാനാണോ? ഞങ്ങളെ ഈ ഒരു കൊച്ചു കുടുംബം തകർക്കാനാണോ? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ്? നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളൊരു കമൻറ്റും കൊണ്ട് യൂട്യൂബ് അങ്ങ് ഒഴിവാക്കിയിട്ട് പോകും എന്നുള്ളത്. അതൊക്കെ വെറുതെ ഉള്ളൊരു ധാരണയാണ് കേട്ടോ. എന്നോട് പിന്നെ പറയുന്നത് അടങ്ങി ഒതുങ്ങിയിട്ടതാ. ഞാൻ അടക്കത്തിലും ഒതുക്കത്തിലും തന്നെ. ഞാൻ തുണിയും ഒന്നും ഇല്ലാണ്ടൊന്നല്ല നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വന്നിട്ട് ഇതുവരെയും വന്ന് നിന്നിട്ടുള്ളത് കേട്ടോ. ഇതെൻ്റെ ഇഷ്ടമാണ്. യൂട്യൂബിൽ വന്നിട്ട് വീഡിയോസ് ഇടുക, ഏൺ ചെയ്യുക എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു പാഷനാണ്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല. അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതൊക്കെ. തരക്കടിയിൽ പോട്ടെ, അത് നമ്മുടെ സ്വന്തം ഹസ്ബൻഡ് ആയിക്കോട്ടെ. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ആങ്ങളമാര്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരം നമ്മുടെ ഭർത്താവിനാണ് അല്ലേ. ആങ്ങളമാർക്കായിക്കഴിഞ്ഞാലും വാപ്പാക്കായി കഴിഞ്ഞാലും ഉമ്മാക്കായി കഴിഞ്ഞാലും ഒക്കെ രണ്ടാം സ്ഥാനമാണ്. കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് ഏറ്റവും അധികാരമുള്ളത് ഹസ്ബൻഡാണ്. ആ ഹസ്ബൻഡ് എൻ്റെ കൂടെ കട്ട സപ്പോർട്ടിനുണ്ട്. അപ്പോൾ ഉള്ളിടത്തോളം കാലം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അതുകൊണ്ട് പറയുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ഇതുപോലത്തെ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് പ്രതികരിക്കുകയേ ചെയ്യുള്ളൂ. കാരണം ഇത് ലാസ്റ്റിലത്തെ വാണിങ്ങാണ്. എന്തെന്നറിയോ, നിങ്ങൾ ആര് എന്ത് പച്ചത്തെറിയായിക്കോട്ടെ, അല്ലെങ്കിൽ അത്രയും എന്നെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും തോന്നൂല, ഒന്നും സംഭവിക്കാനും പോകില്ല. കാരണം ഞാൻ നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. പിന്നെ എന്തിൻ്റെ പേരിലാണ്? കണ്ടിട്ട് അസൂയ മൂത്തിട്ട് ചെയ്യുന്ന പരിപാടികളാണോ ഇത്? ഞാനറിയില്ല. നമ്മൾ കാണും കേൾക്കും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് പരത്തുന്നത് കേട്ടോ. നീ അങ്ങനത്തോളല്ലേ, നിന്നെ നമുക്ക് എന്തറിയാം, എന്ത് കണ്ടിട്ട് എന്തറിഞ്ഞിട്ട് പറയുന്നത് എനിക്കറിയില്ല. ഞാനിപ്പോൾ 17ാമത്തെ വർഷമാണ് ഇവിടെ മായിൽ വന്നിട്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞു മക്കളുമായിട്ട് അൽഹംദുലില്ലാ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെ ഒരുത്തിയാണെങ്കിൽ ഇത്രയും വർഷത്തോളം ഞാൻ ഒരു ദാമ്പത്യ ജീവിതം ഞാൻ നയിക്കൂല. അത് നിങ്ങളോട് ഞാൻ വെളിപ്പെടുത്താം. അങ്ങനെ ഒരുത്തിയായിരുന്നെങ്കിൽ കേട്ടോ, ഇങ്ങനത്തെ വേഷത്തിൽ ഇവിടെ വരികയും ചെയ്യൂല. അതൊക്കെ ചിന്തിക്കാനുള്ള കുറച്ചെങ്കിലും ഒരു ഇത് വേണം. നമ്മുടെ മലയാളീസിന് ഉള്ളതാണ് എന്ത്? മറ്റുള്ളവരെ കുത്തി നോവിക്കുക, എന്നിട്ട് സുഖം കണ്ടെത്തുക. മറ്റുള്ളവരുടെ കണ്ണീര് കണ്ടിട്ട് സുഖിക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട്. ഞാൻ അറിയാത്ത ആൾക്കാരും കൂടി വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാനാകാൻ അന്തം വിട്ടു പോകും. ഫസ്റ്റിലത്തെ ഞാനായിരുന്നുവെങ്കിലും ഓക്കെ, നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാൻ സൈഡായിട്ട് കടന്നിരുന്നു. ഇനി എന്തായാലും അതിന് കിട്ടൂല. മക്കളെ വെച്ചിട്ടായിക്കോട്ടെ, നിങ്ങൾ എന്നെ വെച്ചിട്ടായിക്കോട്ടെ, എൻ്റെ ഭർത്താവിനെ കമ്പയർ ചെയ്തിട്ടായിക്കോട്ടെ, നിങ്ങൾ പല മാതിരി ഉണ്ടാക്കിക്കോ. കാരണം ഇത് ഇങ്ങനെയെല്ലാം സംഭവിക്കും. അല്ലെങ്കിൽ നിങ്ങളെ ഭാഗത്തുനിന്ന് എപ്പം പോസിറ്റീവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ തരത്തിലുള്ളതും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ ഭാഗത്തുനിന്ന് ഇതൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഫുള്ള് സപ്പോർട്ട് ഉണ്ടാവുന്ന ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു തെറ്റും മറ്റുള്ളവരോട് നമ്മൾ ചെയ്തിട്ടില്ല. ആരാന്ന് പോലും അറിയാത്ത കുറേ എണ്ണം വന്നിട്ടാണ് ഇമാതിരി നെഗറ്റീവെല്ലാം ഇട്ടിട്ട് നടക്കുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജോലി നിങ്ങൾ തുടർന്നോളൂ. എൻ്റെ ഈ ജോലിയും ഞാനിങ്ങനെ തുടർന്ന് പോകും എന്നുള്ളതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അവർക്കുള്ള ഒരു എന്താ പറയണ്ടേ, ക്ലാസ് എന്ന് പറയല്ലേ. എത്ര പറഞ്ഞാലും നേരാവാത്ത കുറച്ച് മനുഷ്യരുണ്ട്. ഇതിപ്പം പറഞ്ഞിട്ട് ഇതിൻ്റെ താഴെയും വരും. നീ അതല്ലടി ഇതല്ലടി. ഈ അല്ലേടി എന്നൊക്കെ പറയുന്നത് അവനവൻ്റെ സ്വന്തം വീട്ടിലത്തെ സ്ത്രീകളെ വിളിക്കാനുള്ള അവകാശമേ നിങ്ങൾക്കുള്ളൂ. പുറത്തുള്ള സ്ത്രീകളെ വിളിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ആ ഒരു ഇത് വിട്ടിട്ട് ഇതുവരെയും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉള്ളു തുറന്ന് ആരെടുത്ത് എന്ത് ഉള്ളു തുറന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് കാലം കഴിഞ്ഞാലെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലെങ്കിലും നമ്മൾക്കത് പാരയായിട്ട് വന്നിട്ടുണ്ടോ
ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാ എല്ലാവർക്കും അല്ലാഹു ഹൈറാക്കട്ടെ, ഹൈറായ ജീവിതം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.